നമ്മൾ ജീവിക്കുന്നത് ഒരു വീണുപോയ ലോകത്താണ്. പ്രലോഭനം നമുക്ക് ചുറ്റുമുണ്ട്. അത് ചിറകുകൾ പറത്തുന്നു. ഇറങ്ങാൻ ഒരു സ്ഥലം തേടുന്ന പക്ഷിയെപ്പോലെ അത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നു. നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ പ്രലോഭനം ഇറങ്ങുന്നു. ചിലപ്പോൾ ഒരു തെറ്റായ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. ഒരു മോശം മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണർത്തും. അല്ലെങ്കിൽ ഒരു പഴയ ആഗ്രഹം നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കും. പക്ഷേ ഇറങ്ങുന്നതല്ല പ്രശ്നം. അടുത്തതായി നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഉൽപ്പത്തി 4:7 ബൈബിൾ പറയുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപം ഒരു മൃഗത്തെപ്പോലെ പതിയിരിക്കുകയാണ്. അത് ക്ഷമയുള്ളതാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അത് സ്ഥിരതാമസമാക്കാനും മുട്ടയിടാനും നിങ്ങളുടെ ജീവിതത്തിൽ നാശം വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളത് അനുവദിക്കേണ്ടതില്ല. യാക്കോബ് 1:14-15 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഉഴുത്തിട്ട് മരണത്തെ പേറുന്നു.